സ്വാഗതം. അപ്പോൾ നിഫ്റ്റി ഇപ്പോഴൊരു ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായും. ജൂലൈ 1 25,533 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് നോക്കിയാൽ 25,511 25,563 ഇടയിൽ ഒരു ചെറിയ പെട്ടിയിൽ കെട്ടിക്കിടക്കുന്ന പോലെ. ശരിയാണ്. ഒരു വലിയ വീഴ്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ഒന്ന് സൈഡ് വേസ് പോവാണ്. അതെ, ഒന്ന് ശ്വാസം എടുക്കുന്നു. അപ്പൊ പ്രധാന ചോദ്യം ഇതാണ്, ഈ ഒരു ടൈറ്റ് റേഞ്ചിൽ നിന്ന് നിഫ്റ്റി ഇനി എങ്ങോട്ട്? മുകളിലേക്കാണോ അതോ താഴേക്കാണോ? നമ്മുടെ കയ്യിലുള്ള ഈ ജൂലൈ 2 വ്യാപാര തന്ത്രങ്ങളെക്കുറിച്ചുള്ള സാങ്കേതിക വിശകലന റിപ്പോർട്ട് വെച്ച് നമുക്ക് ഇതിലെ സൂചനകളൊന്ന് വിശദമായി നോക്കാം. തീർച്ചയായും. റിപ്പോർട്ട് നോക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് താഴെയുള്ള ലെവലാണ്. 25,493 തൊട്ട് 25,511 വരെ. ഓക്കെ, ഇതിനെ ഒരു ഡിമാൻഡ് സോൺ എന്നാണ് പറയുന്നത്. അതായത് മുമ്പ് വില ഇങ്ങോട്ട് വന്നപ്പോ വാങ്ങാൻ ആൾക്കാർ താല്പര്യം കാണിച്ച ഒരിടം, വാങ്ങലുകാർ സജീവമാകുന്ന സോൺ അല്ലേ? അതെ അതെ. ഇതിന് കുറച്ചുകൂടി ബലം കൊടുക്കുന്നൊരു കാര്യം കൂടിയുണ്ട്, സൂപ്പർ ട്രെൻഡ് എന്നൊരു ഇൻഡിക്കേറ്റർ. സൂപ്പർ ട്രെൻഡ്. അതിന്റെ ഇപ്പോഴത്തെ വായന ഏകദേശം 25,494. അത് ഈ സോണിന് തൊട്ടു താഴെയാണ് വരുന്നത്. ശരി, അപ്പോ ആ സപ്പോർട്ട് കുറച്ചുകൂടി ശക്തമാവാൻ സാധ്യതയുണ്ട്. അതെ, അങ്ങനെ കരുതാം. അതേസമയം മുകളിലേക്ക് നോക്കിയാലോ, അവിടെയും ഒരു കടമ്പയുണ്ട്. 25,592 25,602 റേഞ്ച്. റെസിസ്റ്റൻസ്. ഇതൊരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. ഇവിടെ ഒന്നിലധികം കാര്യങ്ങൾ ഒന്നിക്കുന്നുണ്ട്. ഒന്ന്, ഇച്ചിമോക്കു ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ. ക്ലൗഡ്. അതിന്റെ താഴത്തെ അതിര്. പിന്നെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലൈനും വരുന്നുണ്ട്. ഈ ക്ലൗഡ് പലപ്പോഴും ഒരു തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. ശരിയാണ്. അപ്പോ ഈ 25,602 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ അത് കഴിഞ്ഞ 2 ആഴ്ചത്തെ ആദ്യത്തെ ഒരു ബുള്ളിഷ് സിഗ്നലായിട്ട് റിപ്പോർട്ട് കാണുന്നു. ഇല്ലാതെ നിൽക്കുമ്പോൾ വേറെന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ? ഉണ്ട്. റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണത്? വില ഏകദേശം ഒരേ താഴ്ച കാണിച്ച സമയത്ത് RSI എന്നൊരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, മൊമെന്റം കാണിക്കുന്നത്. അതെ, RSI. അത് കുറച്ചുകൂടി ഉയർന്ന താഴ്ചകളാണ് കാണിച്ചത്. ഇതിനെ ടെക്നിക്കലായിട്ട് ഹിഡൻ ബുള്ളിഷ് ഡൈവേർജൻസ് എന്ന് പറയും. ഹിഡൻ ബുള്ളിഷ് ഡൈവേർജൻസ്. അതായത് പുറമേ കാണുന്നില്ലെങ്കിലും ഉള്ളിലൊരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട് എന്നാണോ? അതെ, ഏതാണ്ട് അങ്ങനെ ഒരു സൂചന. മാർക്കറ്റ് ഒരു സ്പ്രിങ് പോലെ അമർന്നിരിക്കുമ്പോൾ ചിലപ്പോ മുകളിലേക്ക് പോകാനുള്ള ഒരു ഇന്റേണൽ സ്ട്രെങ്ത് കാണിക്കുന്നതാവാം. ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഒരു കാര്യം ഓർക്കണമല്ലോ, ഈ ഡൈവേർജൻസ് ഉണ്ടെങ്കിൽ പോലും മുകളിൽ വേറൊരു തടസ്സമുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ടല്ലോ. 25,648 25,668. ശരിയാണ്, അതൊരു സപ്ലൈ സോൺ ആണ്. സപ്ലൈ സോൺ, അതായത് മുൻപ് അവിടെ എത്തിയപ്പോൾ വിൽക്കാൻ ആൾക്കാർ ധാരാളം പേര് വന്നു. അതെ. അപ്പോ ഈ ആദ്യത്തെ കടമ്പ, അതായത് 25,602 കടന്നാൽ പോലും ഈ പറഞ്ഞ സപ്ലൈ സോൺ 25,648 668 റേഞ്ച്, അതൊരു വലിയ ഹേർഡിലാണ്. അത് മറികടന്നില്ലെങ്കിൽ ബുൾസിന് അവിടെ ലാഭമെടുക്കാൻ തോന്നുമല്ലേ? തീർച്ചയായും, അവിടെ വെച്ചൊരു തിരിഞ്ഞുനോട്ടം വരാം. ശരി, അപ്പോ ഈ ഡിമാൻഡ് സോൺ, റെസിസ്റ്റൻസ്, ഡൈവേർജൻസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നാളത്തേക്ക് ജൂലൈ 2 പ്രായോഗികമായി എന്ത് ട്രേഡിംഗ് പ്ലാനുകളാണ് റിപ്പോർട്ട് പറയുന്നത്? 3 സാധ്യതകളാണ് തോന്നുന്നത്. അതെ, പ്രധാനമായും 3 സിനാരിയോസ്. ഒന്ന്, ലോങ് പോകാൻ, അതായത് വാങ്ങാൻ. എപ്പോഴാണ്? നിഫ്റ്റി 25,600 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്താൽ, അല്ലെങ്കിൽ അവിടെ സ്റ്റേബിൾ ആയാൽ. ഓക്കെ, 25,600 ബ്രേക്ക് ചെയ്താൽ ടാർഗറ്റ്. ആദ്യ ടാർഗറ്റ് 25,648, ആ ആദ്യത്തെ സപ്ലൈ സോൺ. അത് കടന്നാൽ പിന്നെ 25,668 തൊട്ട് 25,675 വരെ നോക്കാം. ഇതിന് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം? സ്റ്റോപ്പ് ലോസ് 25,560 ആയിട്ട് പരിഗണിക്കാം. ശരി, അപ്പൊ രണ്ടാമത്തെ പ്ലാൻ അതും ലോങ് ആണോ? അതെ, പക്ഷെ ഇത് ഡിമാൻഡ് സോണിൽ വെച്ച് വാങ്ങുന്നതിനെ കുറിച്ചാണ്. വില താഴോട്ട് വന്ന് 25,500 25,510 റേഞ്ചിൽ തട്ടി അവിടെ നിന്ന് ഒരു റിജക്ഷൻ കാണിച്ചാൽ, അതായത് തിരിച്ചു കയറുന്ന ലക്ഷണം. സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്താൽ. അതെ, അങ്ങനെ വന്നാൽ ലോങ് പോവാം. ടാർഗറ്റുകൾ 25,560, പിന്നെ 25,600. സ്റ്റോപ്പ് ലോസോ? സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി താഴെ 25,485 താഴെ വെക്കുന്നതാണ് സേഫ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സാധ്യത, അത് ഷോർട്ട് ചെയ്യാനാണോ?
വിൽക്കാൻ. അതെ, ബ്രേക്ക് ഡൗൺ സിനാരിയോ. നിഫ്റ്റി 25,490 എന്ന ഡിമാൻഡ് സോണിന് താഴെ പോയി ക്ലോസ് ചെയ്താൽ, പ്രധാന സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ, അതെ, അങ്ങനെയാണെങ്കിൽ താഴേക്ക് നോക്കാം. ലക്ഷ്യങ്ങൾ 25,418, പിന്നെ 25,310, 25,330 വരെ. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് 25,535 വെക്കാം. മനസ്സിലായി. അപ്പൊ ഈ 3 ലെവലുകൾ വെച്ചുള്ള പ്ലാനുകൾ. ഈ ലെവലുകൾ കൂടാതെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് റിപ്പോർട്ടിൽ. എന്തൊക്കെയാണത്? ഒന്ന്, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഡയറക്ഷൻ, പിന്നെ വോളിയം പ്രൊഫൈൽ. അതായത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന ലെവലുകൾ എവിടെയാണ്. ശരി. അതുപോലെ RSI, അത് 60-ന് മുകളിലാണോ അതോ 40-ന് താഴെയാണോ? 60-ന് മുകളിലാണെങ്കിൽ നല്ല ബുള്ളിഷ് മൊമെന്റം, 40-ന് താഴെയാണെങ്കിൽ കുറച്ച് വീക്ക്നെസ്. പിന്നെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ FIIs, അവര് ഫ്യൂച്ചേഴ്സിൽ എന്താണ് ചെയ്യുന്നത്? ലോങ് ആണോ ഷോർട്ട് ആണോ കൂടുതൽ? ഇതൊക്കെ ഒരു സൂചന തരും. റിപ്പോർട്ടിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ടല്ലേ, ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ നല്ല വോളിയം വേണം, ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ RSI അതിന്റെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നും നോക്കണം. അതെ, ആ കൺഫർമേഷനുകൾ പ്രധാനമാണ്. വെറുതെ ലെവൽ ബ്രേക്ക് ചെയ്തെന്ന് വെച്ച് ചാടിക്കയറരുത്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഒരു ഇൻസൈഡ് ഡേ പ്ലസ് ഇൻസൈഡ് റേഞ്ച് അവസ്ഥയിലാണ്. ശരിയാണ്. അതെ, അതായത് തലേ ദിവസത്തെ ഹൈക്കും ലോയ്ക്കും ഉള്ളിലാണ് ഇന്നലെ ട്രേഡ് നടന്നത്. ഇത് സാധാരണയായി ഒരു തീരുമാനമില്ലായ്മയാണ് കാണിക്കുന്നത്, അല്ലേ? അതെ, ഒരു ഇൻഡിസിഷൻ. മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോ ട്രേഡർമാർ കുറച്ച് ക്ഷമ കാണിക്കണം. വ്യക്തമായ ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ വരുന്നതുവരെ കാത്തിരിക്കുന്നതാണ് നല്ലത്. അതെ, ഈ റേഞ്ചിന്റെ പുറത്ത് കടന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുന്നത് റിസ്ക് കുറയ്ക്കും. പിന്നെ ഈ മാസം അവസാനം ബജറ്റ് വരുന്നുണ്ട്, അതും ഓർക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ബജറ്റിനോട് അടുക്കുമ്പോൾ അപ്രതീക്ഷിത വാർത്തകൾ വരാം. അത് മാർക്കറ്റിൽ വലിയ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാം. അതുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ പൊസിഷൻ സൈസ് ശ്രദ്ധിക്കണം. ഓവറായിട്ട് റിസ്ക് എടുക്കരുത്. തീർച്ചയായും പൊസിഷൻ സൈസിംഗ് എപ്പോഴും പ്രധാനമാണ്, പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ. അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതൊരു സാമ്പത്തിക ഉപദേശമായി കാണരുത്. ഒരിക്കലുമില്ല. ഇതൊരു വിശകലനം, ഒരു രൂപരേഖ മാത്രം. ഓരോരുത്തരും അവരുടെ റിസ്ക് മാനേജ്മെന്റും ട്രേഡിംഗ് സ്റ്റൈലും അനുസരിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. സ്വയം പഠനവും വിശകലനവും നടത്തണം. അതെ, പിന്നെ എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ്, അത് നിർബന്ധമാണ്, നഷ്ടം ലിമിറ്റ് ചെയ്യാൻ. ശരിയാണ്. അപ്പോ ഇതെല്ലാം കൂടി നോക്കുമ്പോ നമ്മൾ ശരിക്കും ഒരു കവലയിലാണെന്ന് പറയാം. താഴെ ഒരു ഡിമാൻഡ് സോണുണ്ട്, ഒരു ഹിഡൻ ബുള്ളിഷ് ഡൈവേർജൻസിന്റെ നേരിയ സൂചനയുമുണ്ട്. മുകളിലാണെങ്കിൽ ആ ഇച്ചിമോക്കു ക്ലൗഡിന്റെ റെസിസ്റ്റൻസ് ഒരു മതില് പോലെ നിൽക്കുന്നു. അതെ, നിങ്ങൾക്കിപ്പോഴെന്ത് തോന്നുന്നു? നിഫ്റ്റി ഈ ടൈറ്റ് റേഞ്ചിൽ നിന്ന് അടുത്ത പ്രധാന നീക്കം എങ്ങോട്ടായിരിക്കും? ആ ഡൈവേർജൻസിന് ക്ലൗഡിനെ ഭേദിക്കാൻ മാത്രം ശക്തിയുണ്ടാവുമോ, അതോ താഴോട്ട് ആ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യാനാണോ സാധ്യത കൂടുതൽ? എന്തിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാവുന്നതാണ്.